ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മളങ്ങനെ ഫൈനലി ട്രാവലറിൽ ഇന്നൊരു ഓട്ടവും കാര്യങ്ങളൊക്കെ പോകണം, ഒരു ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, ചെറിയൊരു എന്തോ ഫാമിലി ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളെ വണ്ടി ഇന്നലെ വൈകിട്ട് ഓട്ടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈകിട്ട് തന്നെ കൊണ്ട് കഴുകിയിട്ട് ഇവിടെ വണ്ടിയും കാര്യങ്ങളെല്ലാം കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, ഇനിയിപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നൈസായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോയേക്കാം. അപ്പം നേരെ ഇനിയിപ്പോൾ പോയി ആളെയും കാര്യങ്ങളെല്ലാം കയറിയിട്ട് അവിടുന്ന് അവരെ കൊണ്ട് ഒരു ഓഡിറ്റോറിയം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെ കൊണ്ട് അവരെ ഇറക്കിയിട്ട് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യണം. ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അതൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ വാട്ടർ എന്നുള്ളൊരു ഫ്രണ്ടിലത്തെ ആ ഒരു നെയിം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒന്നുകൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മൾ പമ്പിൽ പോയി ഡീസലും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, അതേ വണ്ടിയിൽ ആവശ്യത്തിന് ഡീസലും കാര്യങ്ങളെല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് നേരെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അവരുടെ ആ ഒരു പിക്കപ്പ് പോയിന്റ് ഡെസ്റ്റിനേഷൻ. സോ അപ്പം ഇവിടുന്ന് ഡീസലും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. നമ്മളിനിപ്പോൾ ഇവിടുന്ന് പതുക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് ഡീസലും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് നേരെ പോകുന്നത് നമ്മൾ ആളെയും കാര്യങ്ങളെല്ലാം കയറ്റാനാണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഈ വില്ലയിലാണ് ആളും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വണ്ടിയും കാര്യങ്ങളെല്ലാം നമ്മൾ നൈസായിട്ടൊന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വരാൻ വേണ്ടിയുള്ള താമസം. അപ്പോൾ അവർ വന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് വന്ന് കയറി, ബാക്കി ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നു. അത് കയറി കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. അപ്പം കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇനി സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തരിക. നമ്മളിപ്പോൾ ഒരു പുതിയ വെറൈറ്റി ഒരു സംഭവം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പം വരുന്ന വീഡിയോസിനിപ്പം മോഡ് റിവ്യൂവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനിലുണ്ട്. അപ്പം എല്ലാം നോക്കി വെയിറ്റ് ചെയ്തിരുന്ന് എല്ലാവരും കാണുക. ഓക്കെ, അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അതൊക്കെ ആണ് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോവാ. നമ്മുടെ ഇവിടുന്ന് അധികം ദൂരമില്ല കേട്ടോ. നമ്മുടെ ഇവിടുന്ന് നമ്മുടെ ഷെഡിന് ഏകദേശം ഒരു മണിക്കൂറത്തേക്കേ ഉള്ളൂ. 1 മണിക്കൂർ മാക്സിമം 1.5 മണിക്കൂർ, അതിനപ്പുറത്തോട്ടില്ല കേട്ടോ ഈ സ്ഥലത്തോട്ട്. ക്യാബിന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ 2-3 വീഡിയോ കാര്യങ്ങളെല്ലാം ഇട്ടു. അത്യാവശ്യം ഫോട്ടോയും എടുത്തിട്ടുണ്ട്. കാരണം കുറേ ദിവസം കൂടിയാണ് നമുക്ക് നമ്മുടെ ചെറുക്കനെ കൈ കിട്ടുന്നത്. ഇത്രയും ദിവസം ഞാൻ പിന്നെ സ്നാക്സിൻ്റെ വണ്ടിയിലൊക്കെ ആയിട്ടും അങ്ങനെ ഓരോരോ വഴിയൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു. സോ അതിൻ്റെ കുറച്ച് തിരക്കായിരുന്നു. അപ്പം അവരുടെ വണ്ടിയുടെ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ വണ്ടി ഇറങ്ങിയിട്ട് വേണം നമുക്ക് ട്രാവലറും കാര്യങ്ങളെല്ലാം ചെറിയൊരു അപ്ഡേഷനും കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യും. പ്ലാനിലുണ്ട്, ഉറപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഷോർട്ട് കട്ടും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടില്ല. ഇതാണെങ്കിൽ നമുക്ക് അത്ര ട്രാഫിക്കും കാര്യങ്ങളെല്ലാം ഒഴിവായി കിട്ടും. അപ്പോൾ ബസ്സാണെങ്കിൽ ഈ വഴി പോരാൻ കുറച്ച് പാടാണ്. കാരണം കയറുന്നിടത്തും ഇറങ്ങുന്നിടത്തും ചെറിയൊരു ആർച്ച് പോലെ സംഭവമുണ്ട്. സോ ബസ്സാണെങ്കിൽ കഷ്ടി പോരത്തുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ട്രാവലർ ആയതുകൊണ്ട് നമ്മൾ വെച്ചിടിച്ച് പോകുന്നു. അപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റും കാര്യം കൂടി ഉള്ളൂ. ഓക്കെ, അങ്ങോട്ട് അവിടെ ചെന്നിട്ട് നമുക്കിനി ആളെ ഇറക്കണം. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണി. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു മണി 1:30 കഴിയുമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ കാണുന്ന റൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ടുള്ള വഴിയിലോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 100 മീറ്ററും കൂടെ ഉള്ളൂ. അവിടെ ചെന്നിട്ട് വണ്ടി ആളെ ഇറക്കിയിട്ട് വേണം നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, കാരണം ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇടാൻ പറ്റുമെന്നൊന്നും കറക്റ്റ് അറിയില്ല. സോ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ഓഡിറ്റോറിയം. ഇപ്പം നമുക്ക് നൈസായിട്ട് അകത്ത് കയറ്റി വണ്ടിയും കാര്യങ്ങളെല്ലാം ഇടാം ആളെ ഇറക്കാനായിട്ട്. ഓക്കെ, അങ്ങനത്തെ ഞാൻ ആളെയും കാര്യങ്ങളെല്ലാം ഇറക്കാനായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം തിരിച്ചകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇവരെ ഇറക്കി വിട്ട് വേണം നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം പുറത്തുകൊണ്ട് പാർക്ക് ചെയ്യണം. കാരണം വേറെ വണ്ടിയും കാര്യങ്ങളെല്ലാം വന്നാൽ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഇതിലും വഴി കുറച്ച് പിള്ളേർ ജേഴ്സിയും കാര്യങ്ങളെല്ലാം ഇട്ട് പോകുന്നത് വേറെ ഒന്നുമല്ല. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലായിട്ട് എന്തോ ഒരു ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ആളെ ഇറക്കേണ്ടത് ഇവിടെ ഒരു പുറത്ത് പാർക്കിങ്ങിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു തണലും കാര്യങ്ങളെല്ലാം നോക്കി വണ്ടി ഞാൻ നൈസായിട്ട് റിവേഴ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു ഉറക്കവും കാര്യങ്ങളെല്ലാം ഉറങ്ങി എഴുന്നേക്കാം. ഓക്കെ, അപ്പം ആ ടൈം ആകുമ്പോഴത്തേക്ക് ഒരു ഫുഡ് കഴിക്കാറാകുമ്പോൾ വിളിക്കും. സോ ആ ടൈമിൽ നമുക്ക് പോയി ഫുഡും കഴിക്കാമല്ലോ. സോ അങ്ങനെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ട് ഞാൻ ഇനിയിപ്പോൾ ഒരു ഉറങ്ങാൻ പോകണം. എഴുന്നേറ്റിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ കഴിച്ചത് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് കയറിയപ്പോൾ ഫുഡും കാര്യങ്ങളെല്ലാം അകത്ത് പോയി അവർ വിളിച്ചവിടെ പോയി കഴിച്ചായിരുന്നു. എന്നിട്ടത് വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അകത്തോട്ട് വന്നതാണ്. അവരെ പിക്ക് ചെയ്യാനായിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ അപ്പോൾ
ഇപ്പോൾ ഇവിടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇട്ടൊന്ന് തിരിച്ചിട്ട് ആളെ കയറ്റണം. അപ്പോൾ അത് അങ്ങനെ ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയും കാര്യങ്ങളെല്ലാം നൈസായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവരെ കയറ്റിയിട്ട് നമുക്ക് ഇവിടുന്ന് പതുക്കെ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഈ ഓഡിറ്റോറിയം അത്യാവശ്യം നല്ല വലിയ ഓഡിറ്റോറിയമാണ്. ഓക്കെ. അപ്പോൾ കല്യാണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ നടത്തിയ അത്യാവശ്യം സെറ്റപ്പ് പ്രൈവറ്റ് ഏരിയ ആണ്. വലിയ സീനോ കാര്യങ്ങളൊന്നുമില്ല, റെസ്ട്രിക്ഷൻസും ഇല്ലെന്ന് തോന്നുന്നു. അത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പതുക്കെ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നേരെ തിരിച്ചു പോകാം. ഓക്കെ. അങ്ങനെ ഞാൻ അവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് തിരിച്ച് ഇവരുടെ വില്ലേലും കാര്യങ്ങളെല്ലാം കൂടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് നേരെ വീട്ടിൽ പോകണം. വൈകിട്ട് വേറെ ഒരു ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. വൈകിട്ടത്തെ ഓട്ടത്തിൽ ഞാൻ പോകുന്നില്ല, കാരണം നാളെ നമുക്ക് വേറെ ഒരു വഴിക്ക് പോകാനുണ്ട്. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.